ഡാർലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു കുറുമ വെജിറ്റബിൾ ഇല്ലാതെ ഒരു കറി ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇന്ന് ഇത് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ്, ഈ കുറുമ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ വലിയ 2 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, അതുപോലെ 3 പച്ചമുളക്. ഒരുപാട് എരി ഞങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് 3 പച്ചമുളക്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കടല പരിപ്പ് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും, പിന്നെ അതിനാവശ്യമായ കരിയാപ്പില, മല്ലിയില, ഒരു കായം, ഒരു 1/2 ടീസ്പൂൺ കടുക്, 3 ടീസ്പൂൺ കടലമാവ്, ഇത്രയാണ്. ഉപ്പ്, എണ്ണ, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഏകദേശം ഒരു 3 ടീസ്പൂൺ എണ്ണ നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. കടുക് ഇട്ട് പൊട്ടിക്കാം. അതിനോടൊപ്പം തന്നെ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് നമുക്കിടാം. കരിയാപ്പില നമുക്ക് അങ്ങോട്ടിടാം. അതെല്ലാം ഒന്ന് ചുമന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് വഴറ്റാം. നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിടാം. 1 ടീസ്പൂൺ ഉപ്പ്, ഇനി നമുക്ക് മഞ്ഞൾ പൊടി അങ്ങോട്ടിടാം. അതങ്ങോട്ട് മൂത്താൽ ഉടനെ ടൊമാറ്റോ ഇടാം. നമുക്ക് ടൊമാറ്റോ ഇനി ഇടാം. ഇതെല്ലാം കിടന്ന് നല്ലതായിട്ടൊന്ന് വഴലട്ട്. ഉള്ളി തക്കാളിക്കായും എല്ലാം ഇവിടെ വഴന്നിട്ടുണ്ട്. നമുക്കിനിയും കടലമാവ് 1 കപ്പ് വെള്ളത്തിൽ കലക്കിയതാണേ. ഈ കടലമാവ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കിയതാണ്. അത് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കട്ടയൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഒഴിച്ച് അതിനെ ഒന്ന് തിളപ്പിക്കണം. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് അതൊന്ന് ചേർക്കാം. ഇതിപ്പോൾ നല്ല കൊഴുപ്പുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കാം. അങ്ങനെ കൂടുതൽ കൊഴുപ്പുവാണെങ്കിൽ വെള്ളം നമ്മൾ അങ്ങനെ ഒഴിച്ചാൽ മതി. നമുക്കിനി അല്പം മല്ലിയില അതിനകത്തോട്ട് ചേർക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിക്കും ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം.